ചാലോട് ജംഗ്ഷനിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി 10:45 അപകടമുണ്ടായത്. അഞ്ചരക്കണ്ടി റോഡിൽ നിന്ന് വന്ന ഫോർച്യൂണർ കാറും കണ്ണൂർ റോഡിൽ നിന്ന് വന്ന I-20 കാറും ഇരിക്കൂർ റോഡിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ചന്ദ്രത്തിൽ സജീവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലോട് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറാണ് സജീവൻ. ഫോർച്യൂണർ കാറിന്റെ അമിതവേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ഫോർച്യൂണർ സമീപത്തുള്ള ബേക്കറിയിലേക്ക് പാഞ്ഞു കയറിയതിനെ തുടർന്ന് കടയുടെ മുന്നിലെ ACP വർക്ക് ചെയ്ത തൂണ് തകരുകയും സമീപത്തുണ്ടായിരുന്ന ഫ്രിഡ്ജിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. നിരന്തരം അപകടം നടക്കുന്ന 4 റോഡ് ജംഗ്ഷനിൽ അധികൃതർ വേണ്ട സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും വ്യാപാരികളും യാത്രികരും മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും പ്രശ്നത്തിന് ഇതുവരെയും പരിഹാരമാവാത്തതിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നലെ രാത്രി നടന്ന ഇവിടെ ഈ ജംഗ്ഷനിൽ നടന്ന അപകടം ഇന്നലെ രാത്രി 10-10:30 മണിക്കാണ് നടന്ന അപകടം. ഇപ്പോൾ ബോംബെയിൽ നിന്ന് വന്ന വണ്ടിയും പിന്നെ ഫോർച്യൂണർ വണ്ടിയും അതുപോലെ ഒരു ഓട്ടോറിക്ഷ അതുപോലെ ഒരു കാർ 3 വണ്ടിയും കൊണ്ടാണ് ഈ ജംഗ്ഷനിൽ അപകടം നടന്നത്. ഈ അപകടം നടക്കുന്നത് ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു ലെവലിലേക്ക് ഈ ചാലോട് ജംഗ്ഷനിൽ അപകടം പിന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന ഒരു ലെവലിൽ ഇപ്പം പിന്നെ വ്യാപാരികളും അതുപോലെ മറ്റ് സംഘടനകളും പല രീതിയിലും ഭരണാധികാരികൾക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ അപകടത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു പരിഹാരം, ഒരു ശാശ്വത പരിഹാരം ഭരണാധികാരികൾ ആരാണോ അത് ഇവിടെ നിറവേറ്റണം എന്നുള്ളതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. പുറമേ നിന്ന് വരുന്ന വണ്ടി ഇന്നലെ നടന്ന അപകടത്തിൽ എന്ന് വെച്ചാൽ ബോംബെയിൽ നിന്ന് വന്ന ഫോർച്യൂണർ വണ്ടിയാണ് ഇവിടെ അപകടം സംഭവിച്ചത്. പുറമേ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഇത് ജംഗ്ഷനാണെന്നോ ഇത് 4 റോഡുള്ളതോ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം കാണുവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.